السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. പ്രിയമുള്ള നാട്ടുകാരെ, രക്ഷിതാക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരെ, ഇസ്ലാഹി പ്രവർത്തകർ, ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി പാലിക്കാൻ ശ്രമിക്കണേ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ദൗത്യ നിർവഹണങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു പൊതുപ്രഭാഷണമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇത്തരം പ്രഭാഷണ പരിപാടികളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് പ്രധാനമായും ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിക്കുക, ആ പ്രമാണങ്ങളിലുള്ള ആശയാദർശങ്ങൾ അത് മനസ്സിലാക്കാതെ ജീവിക്കുന്നവരിലേക്കും അവയെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവരിലേക്കും എത്തിക്കുക എന്ന ഏറ്റവും മഹത്തായ ഒരു ബാധ്യതയാണ്. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരായ നമുക്കെല്ലാവർക്കും മഹത്തായ ചില കടമകളും ബാധ്യതകളും അവകാശങ്ങളുമുണ്ട്. അതുതന്നെയാണ് ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ മാത്രം വ്യതിരക്തമാക്കുന്നത്. ആ ബാധ്യതകളും കടപ്പാടുകളും എന്താണ്? മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ആയുഷ്കാലം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുക എന്ന ഒരു ബാധ്യതയല്ല അത് എന്ന് മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ ഭൂമുഖത്ത് മനുഷ്യരെ പോലെ ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്.
ആ ജീവജാലങ്ങളും ഇവിടെ ജനിച്ചു വീഴുന്നു. അവരുടെ ആയുസ് എവിടെ വെച്ചാണോ തീരുന്നത് അവ നശിച്ചു പോകുന്നു. ഇതുപോലെ മനുഷ്യനും ഇവിടെ ജനിച്ചു വീഴുന്നു. അവന്റെ മരണം വരെ അവനിവിടെ ജീവിക്കുന്നു. ആ മറ്റു ജീവജാലങ്ങളെപ്പോലെ മരണത്തോടെ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സംവിധാനിച്ചിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ മരണം കൃത്യമായി എന്തിന് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മനുഷ്യന് ഒരു മരണവും പിന്നെ ഒരു ജീവിതവും, ഇവിടെ ഒരു ജനനം പിന്നെ ഒരു ജീവിതം പിന്നെ ഒരു മരണം, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. അതെന്തിനാണ് എന്നതിന്റെ കൃത്യമായ മറുപടി ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കുകയും ആ ലക്ഷ്യത്തിനനുസരിച്ച് കൃത്യമായി ഈ ഭൂമുഖത്ത് ആദ്യമായി ജീവിച്ചവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ എന്ന കാര്യത്തിൽ നമുക്കിടയിൽ തർക്കമില്ല. ലോകത്ത് 1,00,000-ലധികം അമ്പിയാക്കൾ വരികയും ആ അമ്പിയാക്കൾ മുഴുവനും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ശ്രമിച്ചിട്ടുള്ള കാര്യം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലക്കാണ് അമ്പിയാക്കൾ ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ആ അമ്പിയാക്കൾ എല്ലാവരും പ്രചരിപ്പിച്ച പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുകയാണ്. എല്ലാ അമ്പിയാക്കളും ഇസ്ലാം എന്ന മഹത്തായ ആദർശത്തെയാണ് പ്രബോധനം ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല നബിമാരുടെയും പ്രാർത്ഥനകളുണ്ട്, അതുപോലെ വസിയ്യത്തുകളുണ്ട്. ആ പ്രാർത്ഥനകളിലും വസിയ്യത്തുകളിലും നബിമാർ കൃത്യമായി നിർവഹിച്ച കാര്യം, സമൂഹത്തെയോ അവരുടെ മക്കളെയോ ഉപദേശിച്ച കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവര് മനമുരുകി പ്രാർത്ഥിച്ച കാര്യം, ഇസ്ലാം എന്ന മഹത്തായ ആദർശത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ആ ഇസ്ലാം എന്ന ആദർശത്തെ ഉൾക്കൊണ്ട് ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടാനും കഴിയണേ എന്ന് നബിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ആ നിലക്ക് അവർ ഉപദേശിച്ച ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അതാ അവര് മരണത്തെ സ്വീകരിക്കാനിരിക്കുകയാണ്, ഈ ലോകത്തോട് വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്തതാ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അവരുപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഇസ്ലാം എന്ന ആദർശത്തെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഒരിക്കലും തന്നെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത് കേട്ടോ എന്നതാ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ യാക്കൂബ് അലൈഹിസ്സലാം
അവരുടെ മക്കളെ ഉപദേശിച്ചുകൊണ്ട് അതാ മരണനേരം പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ നമുക്കറിയാമല്ലോ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അമ്പിയാക്കളുടെ കൂട്ടത്തിൽ പല പല അനുഗ്രഹങ്ങൾ ലഭിച്ച ആ പ്രവാചകനത ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ റബ്ബിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽകി വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. റബ്ബേ, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചത് നീയാണ്, എനിക്ക് രാജാധികാരം നൽകിയത് നീയാണ്, നീയാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ്, നീ തന്നെയാണ് ഇഹലോകത്തും പരലോകത്തും എന്റെ സഹായി. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ മാത്രം എനിക്ക് തന്നാൽ പോരാ. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. റബ്ബേ, നിന്റെ സൽവൃത്തരിൽ നിന്റെ മഹാന്മാരായ അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ എന്നെ ചേർക്കണേ എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അതാ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അതാ അല്ലാഹ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും വെള്ളിയാഴ്ച നിർബന്ധമായി ജുമുഅ ഖുതുബ കേൾക്കുന്നവരാണല്ലോ. അതുപോലെ മതപരമായ ധാരാളം ഉത്ബോധനങ്ങളതാ, നിർദ്ദേശങ്ങളതാ പലപ്പോഴായി കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ഉത്ബോധനങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങളിലും ഞാനും നിങ്ങളും അതാ നിത്യേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഉപദേശമാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചു ജീവിച്ചോ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ആരും മരിക്കുന്ന നേരത്ത് മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകല്ലേ എന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ താല്പര്യമത ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഒരു കടമ, ബാധ്യത പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ഇസ്ലാം എന്ന ആദർശം, ആ ഇസ്ലാം എന്ന മതത്തെ ഉൾക്കൊള്ളുകയും അതിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച് ഏത് നേരത്താണ് മരിക്കേണ്ടി വന്നാലും മരണത്തെ, ആ മരണമത ഏതു രൂപത്തിലും കോലത്തിലും പിടികൂടിയാലും മരിക്കുന്ന നേരം മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന നിരന്തരമായ ഉപദേശമത നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? പരലോകം സംവിധാനിച്ച അല്ലാഹ് ആ പരലോകത്ത് സ്വീകരിക്കുന്ന ആദർശം ഇസ്ലാം മാത്രമാണ് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീൻ അത് അല്ലാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒരു ആദർശം ആരെങ്കിലും സ്വീകരിക്കുന്ന പക്ഷം അവരതാ പരലോകത്ത് നഷ്ടകാരികളാണെന്ന് മാത്രമല്ല, അവരുടെ ആദർശമുണ്ടല്ലോ ഇസ്ലാം അല്ലാത്ത ആദർശം, അത് ഏതാവട്ടെ എന്താവട്ടെ ആര് സ്വീകരിച്ചാലും അത് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വീകരിക്കുന്നതല്ല. ഈ ഒരു ബോധം ഈ നാട്ടിൽ മറ്റാരെക്കാളും ഉണ്ടാവേണ്ടത് ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിങ്ങൾ ഈ സന്ദേശം ആദ്യമായി ഉൾക്കൊള്ളുകയും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് ജീവിച്ച് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദൗത്യമാണ്. എല്ലാം തികഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നതല്ല ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവിന്റെ പരമാവധി പ്രമാണബദ്ധമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം അത് മറ്റുള്ള മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന പ്രബോധന ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഇസ്ലാം അത് അമ്പിയാക്കൾ മുഴുവനും പ്രബോധനം ചെയ്ത ആദർശമാണ്. അമ്പിയാക്കൾ എല്ലാവരും പ്രബോധനം ചെയ്ത ആദർശമായ ഇസ്ലാം മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇസ്ലാമിന്റെ പൂർത്തീകരണം വിളംബരം ചെയ്യപ്പെട്ടു കഴിഞ്ഞു.
അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആ ആയത്തോട് കൂടിയതാ അമ്പിയാക്കൾ എല്ലാവരും പഠിപ്പിച്ച ഇസ്ലാം എന്ന ആദർശം ആ റസൂലുള്ളയിലൂടെ പൂർത്തിയായ വിവരമത പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വിളംബരം മുസ്ലിം ലോകം കേൾക്കുന്നതോടുകൂടി അവര് മനസ്സിലാക്കിയ ആ ഇസ്ലാം എന്ന ആദർശം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനസ്സിലാക്കുകയും പ്രവാചകൻ എങ്ങനെയാണോ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ മനസ്സിലാക്കി തന്നത് അപ്പടി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് മുജാഹിദുകൾക്ക് ഈ നാട്ടുകാരോട് ഏറ്റവും പ്രാധാന്യപൂർവം എടുത്തു പറയാനുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇസ്ലാമികമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിന്റെ വിശ്വാസ മേഖലകളിൽ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത പല ആദർശങ്ങളും പല അനാചാരങ്ങളും കടന്നുകൂടിയതായി ഇന്നത്തെ മുസ്ലിങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ ചിത്രങ്ങളിലൂടെ നമുക്കത് ബോധ്യമാകുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അംഗീകരിക്കാത്ത ഒന്നാണത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അല്ലാഹു കൃത്യമായി നാം എന്ത് വിശ്വസിക്കണം, ആ വിശ്വാസത്തിനനുസരിച്ച് കർമ്മങ്ങൾ ഏതൊക്കെ നിലയിൽ അനുഷ്ഠിക്കണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. ഇനി ആ വിശ്വാസ മേഖലകളിലാവട്ടെ ആചാരങ്ങളിലാവട്ടെ നമുക്ക് സ്വന്തമായ ഇടപെടലുകളോ സ്വാതന്ത്ര്യമോ അനുവദിച്ചിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിലുണ്ട് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയാകട്ടെ വിശ്വാസിനിയാവട്ടെ അവർക്ക് പാടുള്ളതല്ല. എന്തു പാടുള്ളതല്ല? അൻ യകൂന ലഹുമുൽ ഖിയറതു, സ്വതന്ത്രമായ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർക്ക് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താലോ വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ആ അല്ലാഹുവിനെ അവന്റെ ദൂതനെ ആര് ധിക്കരിക്കുന്നവോ അവര് വ്യക്തമായ വഴികേടിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു വഴി മുസൽമാന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അതിനാണ് ഞാനും നിങ്ങളും പറയുന്നത് സിറാത്തുൽ മുസ്തഖീം എന്ന്. ഇന്ന് മഗ്രിബ് നമസ്കരിച്ചപ്പോഴും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നിന്റെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന്. ആ ചൊവ്വായ മാർഗത്തിൽ ജീവിക്കുന്നതോടൊപ്പം നിരന്തരമായി ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നു റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് സന്മാർഗം തന്നതിനു ശേഷം ദുർമാർഗത്തെ ഞങ്ങൾക്ക് നീ തരല്ലേ, സന്മാർഗത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കല്ലേ എന്ന് നിരന്തരമായതാ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് അല്ലാഹും റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഏത് സന്ദർഭത്തിലും ഈ ഐഹിക ജീവിതത്തിൽ ജീവിക്കുന്ന മേഖലകളിൽ പല പ്രലോഭനങ്ങൾക്കും പലതിനും അടിമപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ദുനിയവിയായ സുഖലോലുപതകളിലേക്ക് ഒഴുകിയിട്ടാവാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാവാം, ഏതെങ്കിലും പല കാരണങ്ങളാൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇടയുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകം എടുത്ത ഒരു കരാർ വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ നിങ്ങളും വായിക്കാറുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് ആവശ്യപ്പെട്ടത് ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം.
അല്ലാ, നിന്റെ ചൊവ്വായ മാർഗത്തിൽ ഞാൻ ചടഞ്ഞിരിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. നിന്റെ ചൊവ്വായ മാർഗത്തിൽ ചടഞ്ഞിരുന്ന് ആ മാർഗത്തിൽ കടക്കുന്നവരെ മുഴുവൻ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ അവരെ സമീപിക്കും. അവരുടെ മുമ്പിലൂടെ പിമ്പിലൂടെ, അവരുടെ വലതുഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ ഞാനതാ നിന്റെ ശരിയായ ദാസന്മാരെ പിന്തുടർന്നുകൊണ്ട് ആ ശരിയായ പാതയിൽ നിന്ന് വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. വലാ തജിദു അക്തറഹും ശാകിരീൻ. ഭൂരിപക്ഷ മനുഷ്യരെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി കാണുക സാധ്യമല്ല. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിമീങ്ങളിലേക്ക് പോലും ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ പലപ്പോഴും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വിരുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങളുമായി മുസ്ലിം ഭൂരിപക്ഷം പോകുന്നത് നാം നിത്യേനയെന്നോണം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മരുഭൂമിയിലതാ തന്റെ അനുചരന്മാരെ പ്രത്യേകം വിളിച്ചു വരുത്തി അവര് കാണെ ഒരു നേർരേഖ വരക്കുകയാണ്. അതിനപ്പുറത്തും ഇപ്പുറത്തുമായി ധാരാളം വളവും തിരിവുമുള്ള വരകൾ വരച്ചുകൊണ്ട് ആ നേർരേഖയിൽ കൈവച്ചുകൊണ്ടതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നു. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. ഇതാണ് ഞാൻ പഠിപ്പിച്ച നേരായ മാർഗം, ഞാൻ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം ഇതാണ്. അതുകൊണ്ട് ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുല, ആ അപ്പുറവും ഇപ്പുറവും കാണുന്ന മറ്റു മാർഗങ്ങളുണ്ടല്ലോ അത് പിൻപറ്റല്ലേ. ഫതഫറഖ ബികും അൻ സബീലി, ആ മാർഗങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതിനനുസരിച്ച് കൃത്യമായ ശരിയായ പാതയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കാൻ അല്ലാഹു നൽകുന്ന വസിയ്യത്താണിത്. ഈ ഒരു വസിയ്യത്ത് കൃത്യമായി മുസ്ലിമായി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഴിതെറ്റാൻ മാർഗങ്ങൾ ഏറെയുണ്ട്, തെറ്റായ മാർഗങ്ങൾ പലതുമുണ്ട്. പക്ഷേ ശരിയായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം. ഇതിനെങ്ങനെ സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത്, റസൂലുള്ളാഹിയിലൂടെ പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ, ആ പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ശരിയായ സിറാത്തുൽ മുസ്തഖീം നമുക്ക് ലഭിക്കുന്നത്. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ തന്റെ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിലൂടെ ക്ഷണിച്ചത് ആ പ്രമാണങ്ങളിലേക്കായിരുന്നു. പ്രവാചകന്റെ മരണശേഷം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഖലീഫമാർ, മുസ്ലിം ലോകത്ത് വന്ന ഇമാമുമാരെല്ലാവരും യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ ക്ഷണിച്ചത് പ്രമാണങ്ങളിലേക്കായിരുന്നു എന്ന് വ്യക്തമായി അവരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേക ഒരു മദ്ഹബിലേക്ക് ക്ഷണിക്കാതെ, ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ പേര് ചൂണ്ടിക്കാണിക്കാതെ, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ചിന്തകളിലേക്ക് നയിക്കാതെ കൃത്യമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആ പ്രമാണങ്ങളിലാണ് സിറാത്തുൽ മുസ്തഖീം ഉള്ളത്. ആ പ്രമാണങ്ങൾ മുഖേനയാണ് ഒരു മുസ്ലിം തന്റെ വിശ്വാസത്തെയും തന്റെ ആചാരങ്ങളെയും ചിട്ടപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ നമുക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളുടെ ജീവിതം ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിമീങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ പലപ്പോഴും പ്രമാണങ്ങളെ കൈയൊഴിച്ചുകൊണ്ട് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസ ആചാരങ്ങളിലേക്ക് അവർ നീങ്ങിപ്പോയതായി അവരുടെ ചരിത്രങ്ങളിലൂടെ നമുക്കൊക്കെ ബോധ്യമാകുകയാണ്.
ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമരാണ്. അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവർ സ്വീകരിച്ച വിശ്വാസം, അവർ ഉൾക്കൊണ്ട ആദർശം, അവർ ചെയ്ത ആചാരങ്ങൾ കൃത്യമായി നിങ്ങളും അതുപോലെ ജീവിക്കുക എന്ന് പഠിപ്പിച്ചെങ്കിൽ ആ ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ മാറ്റങ്ങളും വ്യതിയാനങ്ങളും ഉണ്ടാകുകയാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ഇഷ്ടമുള്ളത് നിർവഹിക്കാനും അതിൽ അനുസരിക്കാനുമുള്ള തോന്നലുകൾ പലപ്പോഴും പിശാച് അവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തതായി മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളമെന്നാൽ വിശ്വാസരംഗത്ത് കൃത്യമായ അപജയങ്ങൾ സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തഖൂമുസ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ-ഔസാൻ. ലോകം അവസാനിക്കുന്നതല്ല, എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ ബഹുദൈവ വിശ്വാസികളുമായി കൂട്ടുചേരുന്ന കാലം വരാതെ ലോകം അവസാനിക്കുന്നതല്ല. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങളതാ നേർക്കുനേരെ ബിംബാരാധന നിർവഹിക്കാതെ ലോകാവസാനം സംഭവിക്കുന്നതല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെങ്കിൽ ആ പ്രവചനത്തിന്റെ പുലർച്ച ഞാനും നിങ്ങളും ജീവിക്കുന്ന പ്രദേശങ്ങളിലൂടെയതാ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസ ആചാര മേഖലയിൽ മുസ്ലിം സമൂഹത്തിന് അപജയം സംഭവിച്ച കാര്യം. ഇതിൽ നിന്ന് ഈ സമൂഹം രക്ഷപ്പെടണം. ഖൈറു ഉമ്മത്ത് ഒരിക്കലും ശർറു ഉമ്മത്തായി മാറിക്കൂടാ. അതുകൊണ്ട് എന്ത് വേണം? ഖൈറു ഉമ്മത്ത്. ആ ഖൈറു ഉമ്മത്ത് എങ്ങനെയാണ് ലോകത്തുൽഭവിച്ചത്? അവരെന്തു മുഖേനയാണ് അവർക്ക് ഖൈറു ഉമ്മത്താകാൻ കഴിഞ്ഞത്? അതിലേക്ക് തന്നെ തിരിച്ചു പോകുക. മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള ഒരിക്കൽ പറഞ്ഞു, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സുലുഹ ബിഹാ അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ അവസാനം നേരാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ അല്ലാതെ ഏതാണോ ഇതിന്റെ ആദ്യ തലമുറക്കാർ എന്തുകൊണ്ടാണോ നേരെയായത്, അവർക്ക് കിട്ടിയ വിശ്വാസം എവിടെന്നാണ്, അവർ സ്വീകരിച്ച ആചാരാനുഷ്ഠാനങ്ങൾ എവിടെന്നാണ്, ഏതൊരാശയാദർശങ്ങൾ എവിടെയെന്നാണ് അവർ കണ്ടെത്തിയത്, അതിലേക്ക് മടങ്ങാത്ത കാലത്തോളം ഈ സമുദായത്തിന്റെ അന്ത്യം, ഈ സമുദായത്തിന്റെ അവസാന കാലത്തുള്ളവരും നന്നായി തീരുകയില്ല എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ളയുടെ വർത്തമാനം. അതെങ്ങനെയാണ്? പ്രമാണങ്ങളിലൂടെയാണ് ഖൈറു ഉമ്മത്ത് ഉടലെടുത്തത്. അതുകൊണ്ട് ഖൈറു ഉമ്മത്തിൽ നിന്ന് മുസ്ലിം സമൂഹം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പ്രമാണങ്ങളിലേക്ക് തന്നെ കടന്നു വരണം. എന്നാൽ മാത്രമേ മുസ്ലിം ഉമ്മത്ത് ഖൈറു ഉമ്മത്തായി മാറൂ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷേ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനുമായുള്ള മുസ്ലിം സമൂഹത്തിന്റെ ബന്ധം കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു? വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഇന്നത്തെ പോലെ ഇന്ന് പലപ്പോഴും ഖുർആൻ പരിഭാഷകൾ നമ്മുടെ കൈകളിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും കേരള മുസ്ലിമീങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്ത് നയിച്ചിരുന്ന അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ, വിശുദ്ധ ഖുർആനിന്റെ അതിലടങ്ങിയ ആയത്തുകളുടെ അതിലടങ്ങിയ സന്ദേശം മലയാളികളായ കേരള മുസ്ലിമീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് സമൂഹത്തിൽ അറിയപ്പെടുകയും സമൂഹത്തിന്റെ ആദരവ് പിൻപറ്റുകയും ചെയ്ത പലരും ആ പ്രവർത്തനങ്ങളെ നാഗാശികാന്ന് എതിർത്തതായി കേരള മുസ്ലിമീങ്ങളുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇ കെ ഹസൻ മുസ്ലിയാർക്ക് തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന ഒരു മലയാള കൃതിയുണ്ട്. വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ താക്കീത് ചെയ്യുക എന്നതാണല്ലോ ആ പുസ്തകത്തിന്റെ നാമം, അതിന്റെ പേര്. അതിൽ അദ്ദേഹം കാര്യമായി നൽകിയ ഒരു സന്ദേശം എന്താണ്? ആ സന്ദേശമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്.
ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഒരു മുസ്ലിം എന്ത് മനസ്സിലാക്കണമെന്നാണ് ഈ കൃതിയിലൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹം എഴുതിവിട്ടത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് അഥവാ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് തന്നെ ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഇത് ശരിയായ ഒരു അഹ്ലുസുന്നത്തിന്റെ വക്താവിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. മറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ചൊവ്വായ മാർഗത്തിലേക്ക് അതാ നയിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ എന്നൊക്കെ അതാ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു തന്നെ പറയുന്നത്. മനുഷ്യരെ, നിങ്ങൾക്കിതാ റബ്ബിൽ നിന്ന് സതുപദേശം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗത്തിന്റെ സിദ്ധൌഷധം, ആ രോഗങ്ങളുടെ ശമനമായി വിശുദ്ധ ഖുർആൻ ഇതാ അവതരിച്ചിരിക്കുന്നു. അതുപോലെ സത്യവിശ്വാസികൾക്ക് അത് കാരുണ്യമാണ്, സത്യവിശ്വാസികൾക്ക് അത് ഹിദായത്ത് നൽകുന്നതാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു തന്നെ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതുണ്ട്, അതിന്റെ അർത്ഥം അറിയണം, അതിന്റെ ആശയ തലങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾ എത്തിപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഈ നാട്ടിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ ഇന്ന് സാധാരണക്കാരായ മുസ്ലിമീങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, ഓതൽ നിർബന്ധമായത് തന്നെ ഫാത്തിഹ മാത്രമാണ് എന്ന് പലരും എഴുതിയപ്പോ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ, കിതാബുകൾ ഓതിപ്പടിച്ചവരാണെന്ന് സമൂഹം മനസ്സിലാക്കിയ, സമൂഹത്തിന്റെ ആദരവ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവർ പോലും യഥാർത്ഥത്തിൽ ആ പറഞ്ഞ ആശയ തലങ്ങളിൽ നിന്ന് മാറി മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ വഴികളിലേക്ക് എത്തിയ കാര്യം, അഥവാ വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾക്ക് അവരുടെ ഇഹപര ജീവനത്തിന്റെ വിജയത്തിന് ആവശ്യമായ എല്ലാം ഉണ്ട് എന്ന ആ ഒരു തത്വത്തിലേക്ക്, ആ ഒരു ആശയത്തിലേക്ക് എത്തി. ഞാൻ വെറുതെ പറയുകയല്ല, അങ്ങനെയുള്ള ഒരു വാക്ക് നിങ്ങൾ ആദ്യമായി ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ശേഷം ഞാൻ വിശദീകരിക്കാം. അള്ളാടെ കുഴപ്പമില്ല, ഖുർആന്റെ കുഴപ്പമില്ല. ഖുർആനിൽ എഞ്ചിനീയറെ പറ്റി പറഞ്ഞു, എഞ്ചിനീയറെ പറ്റിയും പറഞ്ഞു, എഞ്ചിനീയറിംഗിനെ പറ്റിയും പറഞ്ഞു, ടെക്നീഷ്യനെ പറ്റി പറഞ്ഞു, ടെക്നോളജിയെ പറ്റി പറഞ്ഞു. പക്ഷേ നാം ഖുർആനിനെ വെറും മരിച്ചടത്തോതുന്ന വേദഗ്രന്ഥമായി അലമാറയിൽ വെച്ച് പൂട്ടിവെച്ചു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ വെറും ഖബറും പുറത്ത് ഓതാനോ റമദാൻ മാസം വരുമ്പോ ഖത്തം തീർത്ത് ഓതാനുള്ള കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല, ലോകത്തിന്റെ ഭരണഘടനയാണ് ഖുർആൻ. എല്ലാ വിവരവും, എല്ലാ വിദ്യാഭ്യാസവും, എല്ലാ കാര്യങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അത് ലോകത്തിന്റെ ഭരണഘടനയാണ്. ഏത് വിഷയത്തിനോ നിങ്ങൾ പരിഹാരം കാണേണ്ടത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇത് നിങ്ങൾ കണ്ടോ? അപ്പൊ വിശുദ്ധ ഖുർആൻ സാധാരണക്കാരായ പൊതുജനം മനസ്സിലാക്കിയിരുന്നത്, ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ സമീപത്തിരുന്ന് ഓതാൻ പറ്റിയ ഒരു ഗ്രന്ഥം, അല്ലെങ്കിൽ ഖബറിങ്കൽ ചെന്ന് പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥം, അതുമല്ലെങ്കിൽ റമദാൻ കടന്നു വരുമ്പോൾ ഒന്ന് ഖത്തം തീർത്ത് ആ ഒരു ബാധ്യത നിർവഹിക്കാനുള്ള ഗ്രന്ഥം. അങ്ങനെ പൊതുജനത്തിന് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അതല്ല ശരി എന്നാണ് നിങ്ങൾ കേട്ടത്. മറിച്ച് വിശുദ്ധ ഖുർആനിൽ സകല വിജ്ഞാനങ്ങളുമുണ്ട്. ആ വിജ്ഞാനങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മളെത്താത്തത് അള്ളാഹുവിന്റെ കുഴപ്പമല്ല, റസൂലുള്ളാഹിയുടെ കുഴപ്പമല്ല, നാം വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് ആ വാക്കുകളിലൂടെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആശയ തലങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ നിർവഹിച്ചപ്പോൾ
അതിനെതിരെ ശക്തമായി വിമർശനങ്ങളുമായി അതിനെതിരെ ശക്തമായി വിമർശിക്കുന്ന പല നിലക്കും ഈ പ്രസ്ഥാനത്തെ നഖശിഖാന്ന് എതിർത്തിരുന്ന ആളുകൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആ തലങ്ങളിലേക്ക് ആദർശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചേടത്തോടാൻ, റമദാനിൽ കത്തം തീർക്കാൻ, അതുപോലെ കബറും പുറത്തിരുന്നോതാൻ എന്നതിലുപരി വിശുദ്ധ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുസ്ലിം സമൂഹം. പിന്നെ ആരോടാണ്, ഏതുമായിട്ടാണ് മുസ്ലിം സമൂഹത്തിന് ബന്ധമുണ്ടായിരുന്നത്? മാലകളോട്, മൗലിദകളോട്, റാത്തീബുകളോട്, കുതുബിയ്യത്തുകളോട്, അഥവാ അല്ലാഹുവോ റസൂലോ ഒരിക്കലും പഠിപ്പിക്കാത്ത അനാചാരങ്ങളുമായി ബന്ധപ്പെടുന്നു. ആ മാലകളുമായി അവരിടപഴകുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാത്തവരോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്ന ശിർക്കിലേക്ക് അവർ ആപതിച്ചു. അത് മാത്രമല്ല, മാലകളെ കുറിച്ച് അമിതമായ അവരുടെ വിശ്വാസങ്ങൾ, തെറ്റായ അന്ധവിശ്വാസങ്ങൾ, ജീവനത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് പലപ്പോഴും ആ മാലകളാണ് തങ്ങൾക്ക് മാറ്റമുണ്ടാക്കുന്നത്, സമാധാനമുണ്ടാക്കി തരുന്നത്, പല രോഗങ്ങളിൽ നിന്നും ശമനം ലഭിക്കുന്നത് ആ മാലകൾ മുഖേനയുള്ള ജീവിതമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു കാലം. പക്ഷെ ഇന്ന് അങ്ങനെ മാലകളെ കുറിച്ച് പറയാൻ ആളില്ലാതിരിക്കുന്നു. അങ്ങനെ മാലകളെ പാടിപ്പുകഴ്ത്താൻ ആളുകളില്ല. ഒരു ഭാഗത്ത് മാലകളുമായുള്ള ഒരു ജീവിതമുണ്ടെങ്കിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മാലകളിൽ നിന്ന് ഭിന്നമായി അതിൽ നിന്ന് പുറത്തു പോന്ന് പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ കേരള മുസ്ലിമീങ്ങളിൽ സാധാരണക്കാർ പ്രത്യേകിച്ചും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശുഭകരമായ ഒരവസ്ഥ യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം വളരെ ത്യാഗങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് പ്രമാണങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴുണ്ടായ മാറ്റമാണ് അത് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. പക്ഷെ എന്നാലും പലർക്കും മാലകളെ കുറിച്ച് പറയുമ്പോൾ, മൗലിദുകളെ കുറിച്ച് പറയുമ്പോൾ അതായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ സുന്ദരമായ കാലമെന്ന്, അതായിരുന്നു നമുക്ക് മാധുര്യവും ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകിയിരുന്നത് ആ മാലകളല്ലേ എന്ന് അതിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോഴും പല പുരോഹിതന്മാരും ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് എന്ന് ബോധ്യമാകുകയാണല്ലോ. അത്തരത്തിലുള്ള ഒരു വാക്ക് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. അപ്പൊ എത്ര സുന്ദരമായ ഒരു കാലമാണ് മാലകളുടെ കാലമെന്നാണ് മുസ്ലിയാരുടെ പ്രസംഗം. പക്ഷേ പറയുന്ന മുസ്ലിയാർക്ക് പോലും ഇന്ന് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നുണ്ടോ? പറയുന്ന മുസ്ലിയാക്കൾക്ക് പോലും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അവരും ആശുപത്രികളിലേക്കാണ് ഭാര്യമാര് പ്രസവം അടുക്കുമ്പോൾ അവരും കൊണ്ടുപോകുന്നത് ആശുപത്രികളിലേക്കാണ്. പക്ഷേ അവർക്ക് മധുരമുള്ള കാലം, മാധുര്യമൂറുന്ന കാലം, അതുപോലെ സുന്ദരമായ കാലമൊക്കെ മാലകളുടെ മൗലികളുടെ കാലമായി അവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. ജീവിക്കുവാനുള്ള ത്വരയാണോ എന്നറിയില്ല. ആ നിലക്കാണ് ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന് പലപ്പോഴും ആളുകളെ അറിഞ്ഞോ അറിയാതെയോ വലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ പൂർവികർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ? അവരുടെ സുന്ദരമായ കാലം അവർക്ക് ഇസ്ലാം എന്ന പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അതായിരുന്നു അവരുടെ മാധുര്യമൂറുന്ന, അവർക്ക് സുന്ദരമായ കാലമെന്ന് നമുക്ക് അവരുടെ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്.
അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് പൂർവികരായ നമ്മുടെ സലഫ് സ്വാലിഹീങ്ങൾ രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും അന്ധവിശ്വാസ അനാചാരങ്ങൾ ഉണ്ടാക്കപ്പെട്ട മാലമൗലിദുകളിലൂടെയല്ല. മറിച്ച് പ്രമാണബദ്ധമായി അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹിയുടെ മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് ലഭിച്ചപ്പോൾ അത് എന്നേക്കുമായി ഇഹലോകത്തും പരലോകത്തുമുള്ള സുന്ദര കാലമായി മാറുകയാണ്. അങ്ങനെ ഒരു കാലം സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ്. പക്ഷെ പലപ്പോഴും പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളും ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത്, ഞങ്ങളും അത് അംഗീകരിക്കുന്നവരാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന പലരും തങ്ങളുടെ വിശ്വാസ ആചാരങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നാൽ പലപ്പോഴും ആ വിശ്വാസത്തിന്, ആ ആചാരങ്ങൾക്ക് പ്രമാണബദ്ധമില്ല, പ്രമാണങ്ങളുമായി ബന്ധമില്ല എന്ന് പലപ്പോഴും നമുക്ക് ബോധ്യമാകുകയാണ്. നാട്ടിലുണ്ട് ഏട്ടിലില്ല, ഏട്ടിലുണ്ട് നാട്ടിലില്ല എന്ന് പലപ്പോഴായി നമ്മൾ പറയാറുണ്ടല്ലോ. നാട്ടിലുള്ളതല്ല കിതാബുകളിലുള്ളത്, കിതാബുകളിലുള്ളതല്ല നാട്ടിലുള്ളത് എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ കടന്നു പോകുന്നത്. തെറ്റായ അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. മുഹറം മാസം കടന്നു വന്നപ്പോൾ പലപ്പോഴും ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾ എന്താണ് വിശ്വസിച്ചത്? അവരെന്താണ് പറഞ്ഞത്? മുഹറമിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ നഹ്സിന്റേതാണ്, അത് ശകുനമാണ്, അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് ഖൈറുള്ള, ബർക്കത്തുള്ള, റഹ്മത്തുള്ള ദിനങ്ങളല്ല എന്ന് മുസ്ലിമീങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? പ്രമാണങ്ങളിലൂടെ മുഹറമിനെ മനസ്സിലാക്കാത്തത് കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണ് എന്ന് പഠിപ്പിച്ച മാസങ്ങളിൽ ഒന്നാണല്ലോ മുഹറം. ആ മുഹറത്തിലെ 1 മുതൽ അതിന്റെ അവസാനം വരെയുള്ള ദിനരാത്രം, ആ മുഹറം മാത്രമല്ല, ഒരു മുസൽമാന് തന്റെ ആയുഷ്കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിനരാത്രവും അവന് ഖൈറുള്ളതാണ്, അവന് ബർക്കത്തുള്ളതാണ്. ശകുനമുള്ള, ദുശകുനമുള്ള, നഹ്സുള്ള ഒരു ദിനവും ഒരു മുസൽമാനില്ല. ശാഫിഈ പണ്ഡിതനായ ഇബ്നു ഹജർ ലൈതമി റഹിമഹുല്ലാ അക്കാര്യം വ്യക്തമാക്കി പറഞ്ഞു, നഹ്സ് മുസ്ലിമീങ്ങളുടേതല്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അവനിൽ തവക്കുൽ ചെയ്യുന്ന, ഖുർആനും സുന്നത്തും അവലംബമാക്കുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല മുഹറമിനെ കുറിച്ചുള്ള നഹ്സ്. അത് ജൂതന്റേതാണ്. അത് ഷിയാക്കളിലൂടെ ഇസ്ലാമിലേക്ക്, മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് വിശ്വാസ മേഖലയിൽ, ആചാര മേഖലയിൽ ധാരാളം അപജയങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായി. അതിന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ ഈ കേരളക്കരയിലുള്ള മറ്റു മുസ്ലിം സംഘടനകളും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ മുസ്ലിം ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് അവർ ഖൈറു ഉമ്മത്ത് എന്ന നിലക്കാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന മറുപടിയാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. എന്തേ കാരണം? പ്രമാണങ്ങളിൽ നകന്നു. അതുകൊണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കുക, ആ പ്രമാണങ്ങൾക്കനുസരിച്ച് കൃത്യമായി നമ്മുടെ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളായി ജീവിക്കുക. അതാണ് ഇഹലോകത്തും പരലോകത്തും നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. ഇഹലോകത്തും പരലോകത്തും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൈറും ബർക്കത്തും ലഭിക്കണമെങ്കിൽ ഇത് മാത്രമാണ് വഴി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സതും ബിഹിമാ. 2 കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിട പറയുന്നത്. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കുന്ന പക്ഷം ലൻ തളില്ലു, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കുന്നതേയല്ല. കിതാബല്ലാഹ് വ സുന്നത റസൂലി, അത് വിശുദ്ധ ഖുർആനാണ്, അതിന്റെ വിവരണമായ പ്രവാചകന്റെ ചര്യയാണ്. ആ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും എങ്ങനെ ഉൾക്കൊള്ളണം, അതിലും നമുക്ക് മാതൃകയുണ്ട്. നമുക്ക് തോന്നിയതുപോലെ, നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ പ്രമാണങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. അത് വഴികേടിന്റെ മാർഗമാണ്, അത് അനുസരണക്കേടാണ്, വ്യക്തമായ വഴികേടിലേക്കാണ് അത് നമ്മെ എത്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്.
മറിച്ച് പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. ആ പ്രവാചകന്റെ വിശദീകരണം കേട്ട സ്വഹാബത്ത്, ആ സ്വഹാബത്ത്, അതുപോലെ താബിഉകള്, തബഉ താബിഉകൾ അഥവാ ഉത്തമ നൂറ്റാണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തലമുറകളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഒന്ന് റസൂലുള്ളാഹിയും സ്വഹാബത്തും ജീവിച്ച ആ കാലഘട്ടം, അവരെ പിന്തുടർന്നു വന്ന താബിയുടെ കാലഘട്ടം, അവരെ പിന്തുടർന്നു വന്ന തബഉ താബിയുടെ കാലഘട്ടം. ഈ കാലഘട്ടം മുസ്ലിം ഉമ്മത്തിൽ അഫ്ളല ഹാദിഹിൽ ഉമ്മ എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ആ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വാസമർപ്പിക്കുന്ന മുഴുവൻ ആളുകളും വിശ്വസിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവര് പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കിയോ ആ പ്രമാണങ്ങളെ മനസ്സിലാക്കിയതുപോലെ നാമും മനസ്സിലാക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നത് പോലെ പ്രമാണങ്ങളിൽ നിന്ന് അകന്ന ഒരു പ്രസ്ഥാനമായി, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആശയാദർശങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്ത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ പറയുന്ന ഓരോ വിഷയങ്ങളും പ്രമാണങ്ങളുടെ തെളിവുകൾ വെച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ നിലക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിലുടനീളം ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രമാണങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആ പ്രമാണങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാടുകൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശേഷം ഇൻഷാ അല്ലാഹ് ആ പ്രമാണബദ്ധമായി തെളിവുകളിലൂടെ നമുക്ക് ചില വിശ്വാസ ആചാര മേഖലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട്. ആദ്യമായി ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരാശയത്തിന് ആര് എതിര് പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പതിവുണ്ട്. അത് സംഘടനയുടെ നേതാവ് പറഞ്ഞാലും പണ്ഡിതന്മാര് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരായ സമൂഹം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വഹാബ കിറാം മനസ്സിലാക്കിയ ശരിയായ പാതക്കോ എതിരായിട്ട് ആര് പറഞ്ഞാലും അതിനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഒരാളെയും അത് അന്ധമായി അനുകരിക്കുന്നില്ല, ഒരാളെയും അത് കണ്ണടച്ച് അനുകരിക്കുന്നില്ല. കണ്ണടച്ച് അനുകരിക്കാവുന്ന, അന്ധമായി അനുകരിക്കാവുന്ന ഒരൊറ്റ നേതാവേ അവർക്കുള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഇങ്ങനെ പ്രമാണങ്ങളിലൂടെ തെളിഞ്ഞ ഒരു കാര്യം, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അഥവാ പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം മനസ്സിലായി, ഹദീസുകളിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, അതാദ്യമായി കേൾക്കും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള സഹാബത്തിൽ നിന്നൊരു കാര്യം നമുക്ക് കൃത്യമായി ബോധ്യമായി, അഭിപ്രായാന്തരമില്ലാതെ ബോധ്യമായി കഴിഞ്ഞാൽ ആ പ്രമാണങ്ങളിൽ തെളിഞ്ഞ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതിന് പിന്നെ മുജാഹിദുകൾക്ക് ഇസ്ലാഹി സ്ഥാനത്തിന് യാതൊരു മടിയുമില്ല. അവർ നോക്കുന്നത്, വില കൽപ്പിക്കുന്നത് പ്രമാണങ്ങൾക്കാണ്. ആ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഉത്തമരായ തലമുറ എന്നതാണ് അവർ വീക്ഷിക്കുന്നത്, പരിശോധിക്കുന്നത്. അതിൽ തെളിഞ്ഞ ഒരു കാര്യം പിന്നെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കൊച്ചു ബുദ്ധിയെ അള്ളാഹുവിന്റെ വഹയുകളാകുന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആ മേന്മയേക്കാൾ മനുഷ്യരുടെ ബുദ്ധിക്ക് വില കൽപ്പിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. അഥവാ അഖിലിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാലും ശരി, സഹീഹായ ഹദീസുകളിൽ ഒരു കാര്യം വന്നാലും ശരി, അതെന്റെ ബുദ്ധി അംഗീകരിക്കണം, എന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടണം. എന്റെ ബുദ്ധിക്ക് 100% അംഗീകരിച്ചാലല്ലാതെ ഖുർആനിലുള്ള കാര്യം ഞാൻ അംഗീകരിക്കില്ല. അതിന്റെ ബുദ്ധിക്കൊപ്പിച്ചുകൊണ്ട് ഞാൻ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത, ഇങ്ങനെ ബുദ്ധിക്ക് വഹീനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രവണത ലോകത്ത് പിഴച്ച കക്ഷികളിൽ കാണുന്നുണ്ട്. ആ ആദർശത്തെ ശക്തമായി എതിർക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്ന് ആമുഖമായി എന്റെ സഹോദരന്മാര് സഹോദരിമാര് മനസ്സിലാക്കണം. ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ പ്രമാണങ്ങളെ മനസ്സിലാക്കാതെ അവയെ നേരിടാതെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരായ സ്വഹാബത്തും താബിഈകളും തബഉ താബിഈകളും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസരംഗത്ത് ഭ്രംശം വരാതിരിക്കാൻ, ആചാര മേഖലയിൽ വലാലത്തിന്റെ തെറ്റായ വഴികളിലേക്ക് കടന്നു പോകാതിരിക്കാൻ മുസ്ലിം സമൂഹം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ മേഖല മറ്റെന്തിനേക്കാളും അതിൽ കലർപ്പില്ലാതെ, അതൊരിക്കലും നഷ്ടപ്പെടാതെ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വസിച്ചുകൊണ്ട് വലം യൽബിസു ഈമാനഹും ബിദുൽമ, ആ വിശ്വാസത്തിൽ അക്രമത്തെ കലർത്താതിരിക്കുകയും ചെയ്തവർ, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്, ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെങ്കിൽ ആ വിശ്വാസത്തിൽ കലർപ്പുണ്ടാകുക, അക്രമം ഉണ്ടാകുക എന്നത് എന്താണ്? സ്വഹാബത്തദാ റസൂലുള്ളാഹിയുടെ അടുക്കൽ ഓടി വരികയാണ്, യാ റസൂലല്ലാഹ് അയ്യുനാ ലം യദ്ലിം, ഞങ്ങളിൽ ആരാണ് അക്രമം കാണിക്കാത്തവർ? പല അക്രമങ്ങളും ഞങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കെതിരാണല്ലോ ഈ വചനമെന്ന് റസൂലുള്ളാഹിയോട് പരാതിപ്പെട്ടപ്പോ റസൂലുള്ളാഹി അതാ ആ സ്വഹാബത്തിനെ കേൾപ്പിക്കുകയാണ്, ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ആ ശിർക്കാണ് ആ അക്രമം. അതുകൊണ്ട് വിശ്വാസ രംഗത്ത് അക്രമം എന്ന ആ ശിർക്ക് ഉണ്ടാകല്ലേ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ശിർക്ക് ഇന്ന് നാൾക്ക് നാൾ മുസ്ലിം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ച കാര്യം അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളിൽ കാണാം. ഫത്ഹുർ റബ്ബാനിയിലുണ്ട്, അതുപോലുള്ള വാചകങ്ങൾ ഫുതൂഹുൽ ഗൈബിലുണ്ട്, നമുക്കവിടെ വായിക്കാൻ കഴിയും. അദ്ദേഹം മുസ്ലിം സമൂഹത്തോട് ചോദിച്ചുവല്ലോ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ കഴിയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്രയെത്ര ആരാധ്യന്മാരാണ്? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതതിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക, നീ അല്ലാഹ്ക്ക് പുറമെ രക്ഷ കിട്ടാൻ, സഹായം കിട്ടാൻ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് അഭയം തേടുന്നത്, ആരിലൊക്കെയാണ് നീ വിശ്വാസമർപ്പിക്കുന്നത്? ഫഹുവ സ്വനമുക, അത് നിന്റെ മനസ്സിൽ നീ നാട്ടിയ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്കുണ്ടായിരിക്കെ തൗഹീദുൽ ലിസാൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമുണ്ടല്ലോ, ലാ യൻഫഉക, ഇഹലോകത്താവട്ടെ പരലോകത്താവട്ടെ നിനക്കതിന്റെ നേട്ടം ലഭ്യമല്ല എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അതാ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പക്ഷേ നോക്കൂ നിങ്ങൾ, ആ ആദർശം പഠിപ്പിച്ച മുഹയ്യിദ്ദീൻ ശൈഖിനോട് പോലും പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിലില്ലേ? പല നിലക്കഥ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുഹയ്യിദ്ദീൻ ശൈഖ് പഠിപ്പിച്ചത് എന്താണ്? ഇജ്അൽ ഖൽബക മസ്ജിദാ, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ ഒരു പള്ളിക്ക് സമാനമായി നീ കാണുക. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയാകുന്ന ഹൃദയത്തിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കല്ലേ. കമാ ഖാല അസ്സ വജല്ല, റബ്ബ് പഠിപ്പിച്ചില്ലേ, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളെല്ലാം അള്ളാഹുവിന്റേതാണ്, ആ പള്ളികളിൽ വെച്ച് അള്ളാന്റെ കൂടെ മറ്റൊരാളോട് ദുആ ചെയ്യല്ലേ എന്ന് അള്ളാഹ് പഠിപ്പിച്ച പോലെ നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ ഉയരല്ലേ എന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. എന്തുകൊണ്ടാണത്? അത് ശിർക്കാണ്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. നമ്മൾ ഓരോരുത്തരും മദ്രസകളിലൂടെ പഠിച്ചു, അസ്സബഉൽ മൂബിഖാത്ത്, നാശകരങ്ങളായ മനുഷ്യനെ ഇഹലോകത്തും പരലോകത്തും നശിപ്പിക്കുന്ന 7 വൻ പാപങ്ങൾ. ഒന്നാമതായി ഞാനും നിങ്ങളും എണ്ണിപ്പഠിച്ചത്, ഒന്ന് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് നൽകേണ്ട ആരാധനകൾ, അല്ലാഹുവിന് നൽകേണ്ട പ്രാർത്ഥനകൾ
അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ട നേർച്ചകൾ, അള്ളാഹുവിന് മാത്രം ഉയരേണ്ട ഇസ്തിഗാസകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുമ്പോൾ അത് ശിർക്കാണ്. വിശുദ്ധ ഖുർആനിന്റെ വിവിധ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ടതാ മഹാന്മാരായ മുഫസ്സിറുകൾ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് ഒരു മുസ്ലിം എല്ലാ നിലയിലും അകന്നു ജീവിക്കേണ്ടതാണ്. ശിർക്ക് വന്നാൽ അവന്റെ ഇഹലോകത്തെ ജീവിതം പരലോകം അതുപോലെ നഷ്ടമാകുകയാണ്. ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ശിർക്കുള്ള ജീവിതമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ശിർക്ക് വരരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നതുകൊണ്ട് ശിർക്ക് വരില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അത് അമ്പിയാക്കളുടെ, റസൂലുള്ളാഹിയുടെ, സ്വഹാബത്തിന്റെ അവരെ മനസ്സിലാക്കിയ ആദർശത്തിന് വിരുദ്ധമാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിച്ച, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട അമ്പിയാക്കൾ പോലും പ്രാർത്ഥിച്ചത് അതിന് വിരുദ്ധമായ ശിർക്കിലേക്ക് ഞങ്ങൾ പോകല്ലേ, അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കണേ എന്നതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നിർവഹിക്കുകയും സകലമാന ചെറുതും വലുതുമായ ശിർക്കിൽ നിന്ന് മുസ്ലിം സമൂഹം രക്ഷപ്പെടേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് വരുമെന്ന്, മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ശിർക്കിൽ അകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചെങ്കിൽ ആ പ്രവചനത്തിന്റെ പുലർച്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ നേർക്കുനേരെ ബഹുദൈവ വിശ്വാസങ്ങളുമായി അവരുമായി കൂട്ടുചേരാതെ ലോകം അവസാനിക്കുന്നതല്ല. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ നേർക്കുനേരെ ബിംബങ്ങളെ ആരാധിക്കാതെ ലോകം ഒടുങ്ങുന്നതല്ല, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചെങ്കിൽ ആ പ്രവചനം ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോ പലരും തെറ്റിദ്ധരിക്കുകയാണ്, പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുവാൻ, കാഫിറാക്കുവാനുമുള്ള ഗൂഢമായ തന്ത്രങ്ങളാണ് അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പലരും എഴുതിക്കൊണ്ടിരിക്കുന്നു, പലരും വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിർവഹണം ഞങ്ങൾക്ക് ഇവിടെ നിർവഹിക്കാനില്ല. മറിച്ച് ശിർക്കുണ്ട്, കുഫറുണ്ട്. മുസ്ലിം സമൂഹത്തിൽ വേണ്ടാത്തരങ്ങളെല്ലാം ഉണ്ടല്ലോ. വ്യഭിചരിക്കുന്ന മുസ്ലിം, നമസ്കരിക്കാത്ത മുസ്ലിം, സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിം, വേഷവിധാനങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ, ദാമ്പത്യ മേഖലയിൽ ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊള്ളാതെ അവയെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന മുസൽമാനുണ്ടെങ്കിൽ അതുപോലെ ശിർക്കുണ്ട്, കുഫറും മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് പ്രമാണബദ്ധമായി തെളിവുകളിലൂടെ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പലർക്കും തോന്നുകയാണ് മുസ്ലിമീങ്ങളെ ശിർക്ക് ആക്കുകയാണ്, അവരെ മുശ്രിക്കാക്കുകയാണ് എന്ന്. ആ ഒരു ആരോപണം ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളല്ലാത്തവരിൽ നിന്ന് മുസ്ലിം സമൂഹത്തിൽ ശിർക്കുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. റഹ്മത്തുള്ളാഹി ഖാസിമി ആ നിലക്ക് വിശദീകരിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ ഇപ്പോഴും ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ, എന്ത് ചില ആളുകൾ ഈ തത്തയും കൊണ്ട് നടക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ കുറെ ഈ ചീട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താല് അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ. ഇന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിതാ നോക്കി ഒന്ന് തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പക്ഷി തെരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ചീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിലെഴുതിയത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള രേഖയില്ല. ഇയാളെ നുണയാത്താകുന്നു. ഏത് ചീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ട് എടുത്ത് നോക്കുമ്പോ ഒക്കെ ക്ലിയർ ആണെന്നാ പറയാ. മറ്റവൻ ഷീട്ട് എടുത്താലോ അതും ക്ലിയർ തന്നെ. ഏത് ഷീട്ടാ ക്ലിയർ അല്ലാത്തത്?
പിന്നെ അവസാനം ഉടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും. അതിന് പിന്നെ പൈസന്റെ വല്ല വിഷയം ഉണ്ടാവും. വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളിക കാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പൊ പുതിയ ഒരു പൈസക്ക് അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. അപ്പൊ മുസ്ലിമീങ്ങളാണ് ഇത്തരത്തിലുള്ള ശിർക്കുകൾ ചെയ്യുന്നത്. ഇത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടെങ്കിൽ, ഈ ശിർക്ക് ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ശിർക്ക് വെക്കുന്നതിനെ പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത ഏത് പാപങ്ങളും അവനിൽ വന്നാൽ ഒരുപക്ഷെ പരലോകത്ത് അവൻ എത്തിയാലും അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ശിർക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. നാശകരങ്ങളായ 7 വൻപാപങ്ങളിൽ ഒന്നാമത്തേതാണ് ശിർക്കെങ്കിൽ, ആ ശിർക്ക് മുസ്ലിം സമൂഹത്തിലുണ്ട് എന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ഈ ശിർക്കിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ കരകയറ്റണ്ടേ വേണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആര് വെറുത്താലും, ആർക്ക് വേദനയുണ്ടായാലും കാര്യങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് ആ ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് പ്രമാണങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവന്ന് തൗഹീദും സുന്നത്തും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അല്ലാതെ മുശ്രിക്കാക്കുകയോ കാഫിറാക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് ശിർക്കുള്ള കാര്യം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 പോയിന്റുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടതാ ശിർക്കിന്റെ ഗൗരവം അറിയിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്ക് വൻ പാപമാണ് കേട്ടോ, വലിയ അക്രമമാണ്. രണ്ടാമത്തെ കാര്യം, മയ്യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലം ബഈദാ. അല്ലാഹുവിൽ ഒരാൾ ശിർക്ക് വെക്കുമ്പോ അവൻ വ്യക്തമായ വഴികേടിലേക്ക് എത്തുകയാണ്. പിന്നെ അവനെ പോലെ വഴിപിഴച്ചവനില്ല. അവനാണ് ഏറ്റവും വലിയ വഴികേടിലെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യമുണ്ടല്ലോ, അമ്പിയാക്കളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞില്ലേ, ലഇന്ന ശറകത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ അഷ്റഫുൽ ഖൽഖാണ് താങ്കൾ എന്ന് കരുതി താങ്കൾക്ക് മഗ്ഫിറത്ത് ഇല്ല കേട്ടോ. ലയഹബതന്ന അമലുക, താങ്കളുടെ കർമ്മങ്ങൾ പോലും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളും പരലോകത്ത് നഷ്ടകാരികളിലാണ്, പരാജിതരിലാണ് എന്ന് അമ്പിയാക്കളെ വിളിച്ച്, റസൂലുള്ളാഹിയെ വിളിച്ച് പ്രത്യേകം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. നാലാമത്തെ കാര്യമുണ്ടല്ലോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഞാനും നിങ്ങളും എന്തിനാണ് മുസ്ലിങ്ങളാകുന്നത്, മുസ്ലിമായി ജീവിക്കുന്നത് എന്തിനാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? മരണത്തോടെ ആരംഭിക്കുന്ന പരലോകത്ത് രക്ഷപ്പെടണമെന്നല്ലേ, അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടണമെന്നല്ലേ? ഉറപ്പാണ്, തീർച്ചയായും ലഭിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ശിർക്കൊരാളിൽ വന്നു കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗത്തെ അല്ലാഹു ഹറാമാക്കി. അഞ്ചാമത്തെ കാര്യം, വമഅവാഹുന്നാർ, സ്വർഗ്ഗം ഹറാമാകുമ്പോ അവന് നിർബന്ധമായി നരകമാണ് ലഭിക്കുന്നത്. ആ നരകത്തിലതാ നിത്യയാതനകളിലൂടെ, വേദനകളിലൂടെ സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കാലം കഴിക്കുകയാണ് മനുഷ്യരോരോരുത്തരും. അതുണ്ടാവരുത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗമായി നിങ്ങൾ കേൾക്കണ്ട. ഇതൊരു ഭൗതിക പ്രസംഗമല്ല, മറിച്ച് ഇത് നമ്മുടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ആത്യന്തികമായി ഉപകാരപ്പെടുന്ന വാക്കുകളാണ്. പ്രമാണബദ്ധമായി അല്ലാഹു പഠിപ്പിച്ച ആദർശം, അമ്പിയാക്കൾ പഠിപ്പിച്ച ആദർശം. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് നമ്മൾ വരണം. നാം നാട്ടുകാരെന്ന നിലക്ക് മാമൂലുകളിലും ആചാരങ്ങളിലും ഒക്കെ ഇടപഴകുന്നവരാണല്ലോ. പക്ഷെ ആ മാമൂലുകൾ, ആചാരങ്ങൾ, ആ അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രമാണങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോ പലപ്പോഴും അത് പ്രമാണങ്ങളിലുള്ളതല്ല. പ്രമാണങ്ങളിലുള്ളത് പലതും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ബോധ്യമാകുകയാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കണമെന്ന് മുജാഹിദുകൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് മുക്തരാവുക. ശിർക്കുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമായി. ആ ശിർക്കിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടുക.
വ്യത്യസ്തങ്ങളായ ശിർക്ക്, വ്യത്യസ്തങ്ങളായ ശിർക്ക് മുസ്ലിം സമൂഹത്തിലുണ്ട്. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രമായ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പവിത്രമായ ദിവസങ്ങളുണ്ട്, പവിത്രമായ അതുപോലുള്ള സ്ഥലങ്ങളും അതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പവിത്രത വിശുദ്ധ ഖുർആനിലൂടെ സുന്നത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവോ അതുപോലെ ഉൾക്കൊള്ളുക. മസ്ജിദുൽ ഹറാമിന് മറ്റു പള്ളികളെക്കാളുള്ള പവിത്രത ഞാനും നിങ്ങളും മനസ്സിലാക്കിയവരാണ്. മസ്ജിദുൽ നബവിക്ക് പവിത്രതയുണ്ട്, മസ്ജിദുൽ അഖ്സക്ക് പവിത്രതയുണ്ട്. അതുപോലെ മുഹറമിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പുണ്യമുള്ളതാണ്, പവിത്രമാണ്. അറഫ ദിവസം പവിത്രമുള്ളതാണ്, അതുപോലെ പവിത്രമായതാണ് ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദ് ചുംബിക്കേണ്ടതുണ്ട്, അതിനോട് ആംഗ്യം കാണിക്കേണ്ടതുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് ധാരാളം നന്മകൾ കിട്ടാറുണ്ട്. പക്ഷേ ഈ നന്മകൾ കിട്ടുമ്പോ, അതിനോട് സമീപിക്കുമ്പോൾ ഓരോ മുസൽമാന്റെയും മനസ്സ് എങ്ങനെയാവണം? അത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെയാവണം. നമുക്കറിയാം, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുകയാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ ചുറ്റുഭാഗത്തും കൂടിയ ആളുകൾ കേൾക്കെ, അതാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാ ഹജർ, കല്ലേ നീ ഒരു കല്ല് മാത്രമാണ്. യാ ഹജറു ഇന്നക ഹജർ ലാ തദുറു വലാ തൻഫഅ, നിനക്കൊരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധ്യമല്ല. പിന്നെന്തിനാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്? വലൗലാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക, എന്റെ ഹബീബായ റസൂലുള്ളാഹി ഉണ്ടല്ലോ, നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഉമർ ഉണ്ടല്ലോ, ഈ കല്ലെന്ന നിന്നെ ഞാൻ ചുംബിക്കുകയില്ല. അപ്പൊ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ പ്രത്യേകമായ എന്തെങ്കിലും അതിലൂടെ ഉപകാരം കിട്ടുമെന്ന്, തന്റെ ഏതെങ്കിലും ഉപദ്രവത്തെ നീക്കം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. മക്കയിലെ മുശ്രിക്കീങ്ങൾ അതാ ദാത്തു അൻവാത്ത് എന്ന വൃക്ഷച്ചുവട്ടിലിരിക്കുന്നു, പ്രത്യേകിച്ചും യുദ്ധത്തിന് പോകുന്ന വേളയിൽ. ആ ദാത്തു അൻവാത്ത് എന്ന മരത്തില് അവരുടെ വാളുകൾ കൊളുത്തിയിടുന്നു, അതിനിടയിൽ തപസ്സിരിക്കുന്നു. ആ വാളെടുത്ത് യുദ്ധം ചെയ്താൽ വിജയിക്കുമെന്ന തെറ്റായ ധാരണ അവർക്കുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുവിശ്വാസികളായ സ്വഹാബിമാരത ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു അപേക്ഷ, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്ത അൻവാത്ത് കമാ ലഹും ദാത്തു അൻവാത്ത്, പ്രവാചകരെ, അവർക്ക് ദാത്തു അൻവാത്ത് എന്ന വൃക്ഷമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് വെച്ചു തരണമെന്ന്. ആ ദാത്തു അൻവാത്ത് അവരാവശ്യപ്പെട്ടപ്പോ അത് അള്ളയാണ് എന്നവർ വിശ്വസിച്ചിട്ടില്ല. ആ ദാത്തു അൻവാത്ത് സമദാണെന്ന്, ഇലാഹാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾക്കും അതുപോലെ ഒരു മരമുണ്ടായാൽ ഈ വക നേട്ടങ്ങളൊക്കെ അതിലൂടെ കിട്ടിയെങ്കിലോ എന്ന് കണ്ട് അവരാവശ്യപ്പെട്ടതാണ്. ഇത് കേട്ട മാത്രയിലതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അക്ബർ അദാ കമാ ഖാല ഖൗമു മൂസാ ലിമൂസാ, ഇത് മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തോട് തന്റെ അനുയായികൾ ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസ, അവർക്കൊക്കെ ഇലാഹുകളുള്ളതുപോലെ, ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ദൈവങ്ങളെ വെച്ചുകൊണ്ടോ എന്ന് ബനൂ ഇസ്രായേൽ സമൂഹം ആവശ്യപ്പെട്ടത് തുല്യമാണിത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് ആ ശിർക്കിൽ നിന്ന്, ആ കുഫ്റിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ അവിടെ രക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹ് പവിത്രമാണെന്ന് പറഞ്ഞത് പവിത്രം തന്നെയാണ്, സംശയമില്ല. അല്ലാഹ് പവിത്രമാണെന്ന് പറഞ്ഞ സ്ഥലത്തിന് ആ പവിത്രത നമ്മൾ കാണണം. അങ്ങനെ ഏതെങ്കിലും വസ്തുക്കൾക്ക് പവിത്രതയുണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് പവിത്രതയുണ്ടെന്ന് പറഞ്ഞാൽ ആ പവിത്രത ഞാനും നിങ്ങളും ഉൾക്കൊള്ളണം. പക്ഷേ അല്ലാഹുവോ റസൂലോ പവിത്രമാണെന്ന് പഠിപ്പിക്കാത്ത ഒരു ദിവസം നമുക്ക് പാടില്ല. ഒരു കല്ലോ മറ്റെന്തെങ്കിലും വസ്തുവോ നമുക്ക് പാടില്ല. അതുപോലെ ഏതെങ്കിലും പ്രദേശം നമുക്ക് പാടില്ല. പക്ഷേ മുസ്ലിം സമൂഹം ശിർക്കിലേക്ക് ആവതിച്ചപ്പോൾ അവർക്ക് ആ നിലക്കുള്ള പവിത്രമായ ചില പ്രദേശങ്ങൾ ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു വിവരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ശേഷം ഞാൻ വിശദീകരിക്കാം.